നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടുത്ത ആരോപണങ്ങളുമായി മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയായുള്ള വിഷയത്തിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ലീഗിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായാണ് വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത്. UDF ചെയർമാൻ എന്ന നിലയിൽ വി.ഡി. സതീശനെ ലീഗ് അനുസരിക്കുമ്പോഴും അത്തരത്തിലുള്ളൊരു മര്യാദയും സൗമനസ്യവും മുന്നണി മര്യാദയുമൊന്നും സതീശൻ തങ്ങളോട് കാണിക്കുന്നില്ല എന്നാണ് ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയ പരാതിയിൽ പറയുന്നത്. PV അൻവറിന്റെ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് ഒരു പരിധിവരെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയതാണ്. എന്നാൽ ആ സെറ്റിൽമെന്റ് പൊളിക്കാൻ വി.ഡി. സതീശൻ മുന്നിട്ടിറങ്ങുകയും അത് UDFന്റെ കെട്ടുറപ്പിനെ തന്നെ, നിലമ്പൂരിലെ UDFന്റെ സാധ്യതകളെ തന്നെ ബാധിച്ചുവെന്നും മുസ്ലിം ലീഗ് നേരത്തെ തന്നെ KC വേണുഗോപാലിനോട് പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് KC വേണുഗോപാൽ PV അൻവറുമായി സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെ തടയുന്ന വിധത്തിൽ താൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കുമെന്നുള്ള ഭീഷണി വരെ വി.ഡി. സതീശൻ ഉയർത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് നേതൃത്വം സതീശനോട് കർശനമായ അല്ലെങ്കിൽ കടുത്ത അലോസരത്തിലാണ്, കടുത്ത എതിർപ്പിലാണ്. ഇതാദ്യമായാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് മുസ്ലിം ലീഗിനെ വിശ്വാസത്തിലെടുക്കാതെ ചില രാഷ്ട്രീയ കാര്യപരിപാടികളുമായി നീങ്ങുന്നത്. PV അൻവറിനെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകണമെന്ന മുസ്ലിം ലീഗിന്റെ ആഗ്രഹം അല്ലെങ്കിൽ തീരുമാനം അട്ടിമറിക്കാൻ വി.ഡി. സതീശൻ കാണിച്ച ഔത്സുക്യം ശരിക്കും ലീഗിനെ അമ്പരപ്പിച്ചിരുന്നു. K. കരുണാകരൻ മുതൽ ഇങ്ങ് ഉമ്മൻചാണ്ടി വരെയുള്ള ഒരു കോൺഗ്രസ് നേതാക്കളും ലീഗിനെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചിട്ടില്ല, ലീഗിനെ ഒതുക്കി മാറ്റി നിർത്തിയിട്ടില്ല. എന്നാൽ വി.ഡി. സതീശൻ ലീഗിനെ മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിൽ സംസാരിക്കുന്നുവെന്നും UDF ചെയർമാൻ എന്നുള്ളതിൽ താനൊരു തീരുമാനമെടുത്താൽ അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ പരാതി. കഴിഞ്ഞ 40 വർഷത്തിലധികം കാലമായി മുസ്ലിം ലീഗ് UDFന്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ലീഗിനെതിരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ലീഗിന് അർഹമായ പരിഗണനയും മാന്യതയും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ലീഗിനോട് പുച്ഛത്തോടെ കാണുന്ന രീതിയിലുള്ള സമീപനമാണ് വി.ഡി. സതീശനുള്ളതെന്നും ലീഗ് ഇടപെട്ട കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും സതീശൻ തയ്യാറാകുന്നില്ലെന്നുമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്ന പരാതി. KC വേണുഗോപാലിനോട് പലതവണ അവർ ഈ പരാതി ഉന്നയിച്ചിരുന്നു. എന്നിട്ടും ഞങ്ങൾ PV അൻവറിനെ പരാജയപ്പെടുത്തി, സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാരിയാർ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണെന്നും അത് ലീഗിന്റെ ഒരു ധാർമ്മികമായ ബാധ്യതയാണെന്നും അത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും അവർ പറയുന്നുണ്ട്. ആര്യാർ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനും PV അൻവറെ അപ്രസക്തനാക്കാനും സ്വരാജിനെ തോൽപ്പിക്കാനും ലീഗ് അണികൾ നിലമ്പൂരിൽ അഹമഹമിഹയ മുന്നിട്ടിറങ്ങുകയാണ്. അത് ലീഗിന്റെ രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ ധാർമ്മികതയുമാണെന്നും അത് സതീശനോടോ കോൺഗ്രസിനോടുള്ള ഔദാര്യമോ സ്നേഹമോ അല്ലെന്നും മുസ്ലിം ലീഗ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇതും ഇവർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ ആര്യാർ ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും വി.ഡി. സതീശനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം മുസ്ലിം ലീഗ് ഉയർത്തുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ സതീശന്റെ ഈ കടുത്ത നിലപാടിന് കോൺഗ്രസിൽ ആരാധകർ ഏറെ ഉണ്ടെന്നുള്ളതും വളരെ സത്യമാണ്. കാരണം നിരവധി നേതാക്കൾ, പ്രത്യേകിച്ച് യുവാക്കളായ നേതാക്കൾ സതീശൻ PV അൻവറിനെതിരെ എടുത്ത കടുത്ത നിലപാടിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതും മുസ്ലിം ലീഗ് കണക്കിലെടുക്കുന്നുണ്ട്. സതീശന് കോൺഗ്രസിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്തുനിന്ന് ആരാധകരുണ്ടെന്നുള്ള കാര്യവും ലീഗിന് അറിയാമെങ്കിലും മുന്നണി മര്യാദകൾ സതീശൻ ലംഘിക്കുകയാണെന്നും സതീശനേക്കാൾ മികച്ച നേതാക്കളാണ് ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കളായി UDFനെ നയിച്ചിരുന്നതെന്നും ഇപ്പോൾ ലീഗ് പറയുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിന്റെ ഈ അതൃപ്തി മുന്നോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സതീശന്റെയും UDFന്റെയും മുന്നോട്ടുള്ള പോക്കിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്.